പ്രൈസ് ദ ലോർഡ്. ഗോഡ് ഈസ് ലവ് വാട്സ്ആപ്പ് കൂട്ടായ്മയുടെ 74ാമത്തെ ഓൺലൈൻ ഫെലോഷിപ്പിലേക്ക് കടന്നു വന്നിട്ടുള്ള ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലുള്ള ദൈവദാസിദാസന്മാർ, ദൈവമക്കൾ, ഓൺലൈനിലൂടെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ ദൈവം സൃഷ്ടിക്കായി കടന്നിട്ടുള്ളത് പാസ്റ്റർ ലിജോ കെ ജോൺ ആണ്. പ്രിയ ദേവദാസിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ ദേവദാസ് UK നിന്നുമാണ് കടന്നു വന്നിട്ടുള്ളത്. UK ക്രൈസ്റ്റ് ജനറേഷൻ ചർച്ച അറിയപ്പെടുന്ന ദൈവസഭയുടെ ശുശ്രൂഷകനാണ്. ഞങ്ങളുടെ എളിയ ക്ഷണം സ്വീകരിച്ചു വന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഗോഡ് ഈസ് ലവ് വാട്സ്ആപ്പ് കൂട്ടായ്മയുടെ പേരിലുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. ഇന്നത്തെ ദൈവവചന സന്ദേശം ഓൺലൈനിലൂടെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർക്കും സൂം പ്ലാറ്റ്ഫോമിലൂടെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർക്കും ഒരുപോലെ അനുഗ്രഹമായി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രിയ ദേവദാസിനെ ദൈവവചന ശുശ്രൂഷയ്ക്കായി ക്ഷണിച്ചുകൊള്ളുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല നിമിഷങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പൊ രാത്രി നാട്ടിൽ വളരെ അർദ്ധരാത്രി കഴിഞ്ഞ സമയം ദൈവവചനം കേൾക്കുവാനായി, ദൈവത്തെ ആരാധിക്കുവാൻ, ഇങ്ങനെ സൂം പ്ലാറ്റ്ഫോമിൽ ദൈവത്തെ ആരാധിക്കുവാൻ എല്ലാവരും ഒരുമിച്ച് കൂടിയ ദൈവസ്നേഹത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. സിസ്റ്റർ സിജി, സിസ്റ്റർ ബ്രദർ ഡെന്നി, അവർക്ക് ദൈവം കൊടുത്ത ദർശനപ്രകാരം ഇങ്ങനെയൊരു ഓൺലൈൻ ഫെലോഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുകയും എവറി ഫ്രൈഡേ വിവിധ ഇടങ്ങളിൽ നിന്നും കർത്തദാസന്മാർ ദൈവവചനം ഷെയർ ചെയ്യുകയും വർഷിപ്പ് വിവിധ ഇടങ്ങളിൽ നിന്നും വർഷിപ്പ് ലീഡ് ചെയ്യുവാൻ അഭിഷിക്തര് സംയുക്തമായി ദൈവം ഉപയോഗിക്കുന്ന വിവിധങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളോടുകൂടെ ഈ വൈകിയ വേളയിൽ എനിക്കും ഈ എളിയവനും കൂട്ടായ്മയിൽ അറ്റൻഡ് ചെയ്യുവാനും ദൈവവചനം ശുശ്രൂഷിക്കുവാനും ഇങ്ങനെ ഒരു അവസരം ഒരുക്കപ്പെട്ടത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതൊരു പദവിയായി കാണുന്നു. വളരെ തിരക്കുകൾ ഉണ്ടായിരുന്നു. ഇന്ന് നിങ്ങളുടെ കൂടെ ഇരിക്കാൻ പറ്റുമോ എന്ന് പോലും ഞാൻ ചിന്തിച്ചായിരുന്നു. പക്ഷെ ഇന്ന് താമസിച്ചു തുടങ്ങിയത് എനിക്ക് ഗുണമായി. അതുകൊണ്ട് ഇന്ന് ദൈവം ഒന്നും അറിയാതെ ഒന്നും ചെയ്യുന്നില്ല. കാരണം ഇവിടെ സമയമൊന്നും ആയിട്ടില്ല, 6:45 ആയതേ ഉള്ളൂ. ഇനി ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ചർച്ചിന്റെ മീറ്റിംഗ് ഉണ്ട്. സിജി സിസ്റ്റർ പറഞ്ഞതുപോലെ UK ഇംഗ്ലണ്ടില് ലെസ്റ്റർ സിറ്റിയില് ക്രൈസ്റ്റ് ജനറേഷൻ ചർച്ചിന്റെ പാസ്റ്ററായി എളിയവൻ സേവനമനുഷ്ഠിക്കുന്നു. ഒത്തിരി മുഖവര പറഞ്ഞ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എൻ്റെ സ്വദേശം നാട്ടില് ചെങ്ങന്നൂരാണ്. ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടത് ഒരു മാർത്തോമ കുടുംബത്തിലാണ്. എന്നാൽ വലിയവനായ ദൈവം എൻ്റെ 18ാമത്തെ വയസ്സിൽ എൻ്റെ ജീവിതത്തിൽ എന്നെ സന്ദർശിക്കുകയും വിവിധ രോഗങ്ങളാലും ശാപങ്ങളാലും കെട്ടപ്പെട്ട് കിടന്നിരുന്ന എന്നെ, എൻ്റെ കെട്ടുകളെ അഴിച്ച് കർത്താവിന് കൊള്ളാകുന്ന ഒരു മാനപാത്രമായി വേർതിരിക്കുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി. അങ്ങനെ എൻ്റെ കുടുംബത്തിൽ നിന്നും ഇന്നേക്ക് 22 വർഷങ്ങൾക്ക് മുമ്പ് ഏകനായി സത്യാരാധനയ്ക്ക് മുട്ടുമടക്കുവാനും സ്നാനക്കടവിൽ ഇറങ്ങുവാനും വേർപെട്ട് കർത്താവിനെ സേവിക്കുവാൻ കർത്താവിൻ്റെ ജീവിതത്തിൽ കൃപ ചെയ്തു. വിവിധ ഇടങ്ങളിൽ സഭാ ശുശ്രൂഷ ഉള്ളപ്പോൾ തന്നെ വിവിധ ഇടങ്ങളിൽ കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്താൻ ദൈവം കൃപ ചെയ്യുന്നു. ഒത്തിരി ഞാൻ മുഖവര പറയുന്നില്ല. കർത്താവിൻ്റെ ദാസി പറഞ്ഞല്ലോ. എൻ്റെ വൈഫ്, 3 കുഞ്ഞുങ്ങൾ അടങ്ങുന്ന ഞങ്ങളുടെ കുടുംബം ഇവിടെ താമസിച്ച് കർത്താവിന് വേണ്ടി നിൽക്കുവാൻ ദൈവം കൃപ ചെയ്യുന്നു. നമ്മുടെ അല്പസമയ വേദധ്യാനത്തിനായി ഒരു വേദഭാഗം വായിച്ചുകൊണ്ട് നമുക്ക് കടന്നു വരാം. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വർഷിപ്പാണ് കർത്താവിൻ്റെ ദാസൻ ഡൽഹിയിൽ നിന്നും ലീഡ് ചെയ്യുവാൻ കർത്താവ് കൃപ ചെയ്തത്. വളരെ ദൈവസാന്നിധ്യം അനുഭവിക്കുവാൻ കർത്താവ് കൃപ ചെയ്തു. കർത്താവ് തൻ്റെ ദാസനെ ശക്തമായി ഉപയോഗിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അതോടുകൂടെ ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ 22 വർഷത്തെ എക്സ്പീരിയൻസിൽ നിന്നല്ല, ദൈവം ഇന്ന് രാത്രി നിങ്ങളോട് സംസാരിക്കണമെങ്കിൽ നിങ്ങൾ ആഗ്രഹത്തോടെ പ്രാർത്ഥനയോടെ ഇരുന്നെങ്കിലേ പറ്റൂ. ഈ എളിയവന്റെ നാവോടുകൂടെ സ്വർഗം ഇരുന്നെങ്കിൽ സ്വർഗത്തിന്റെ ശബ്ദം കേൾക്കുവാൻ ഇടയാകും. നമ്മുടെ അല്പസമയ വേദധ്യാനത്തിനായി ഒരു വേദഭാഗം വായിക്കാം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 19ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വേദഭാഗം ഒരാളൊന്ന് വായിച്ച് സഹായിക്കാൻ കഴിയുമെങ്കിൽ.
ലൂക്കോസ് 19:1 വരെയുള്ള വാക്യങ്ങൾ. അവൻ യെരിഹോവിലെത്തി കടന്നു പോകുമ്പോൾ ചുങ്കക്കാരിൽ പ്രമാണിയും ധനവാനുമായ സക്കായി എന്നു പേരുള്ള ഒരു പുരുഷൻ യേശു എങ്ങനെയുള്ളതെന്ന് കാണുവാൻ ശ്രമിച്ചു. വളർച്ചയിൽ കുറിയവനാകൊണ്ട് പുരുഷാര നിമിത്തം കഴിഞ്ഞില്ല. എന്നാറെ അവൻ മുമ്പോട്ടോടി അവനെ കാണേണ്ടത് ഒരു കാട്ടത്തിന്മേൽ കയറി. യേശു ആ വഴിയായി വരികയായിരുന്നു. അവൻ ആ സ്ഥലത്തെത്തിയപ്പോൾ മേലോട്ട് നോക്കി, സക്കായിയെ, വേഗം ഇറങ്ങി വാ, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന് അവനോട് പറഞ്ഞു. അവൻ ബന്ധപ്പെട്ടിറങ്ങി സന്തോഷത്തോടെ അവനെ കൈക്കൊണ്ടു. കണ്ടവരെല്ലാം അവൻ പാപിയായ ഒരു മനുഷ്യനോട് കൂടെ പാർപ്പാൻ പോയി എന്ന് പറഞ്ഞു പിറുപിറുത്തു. സക്കായിയോ നിന്ന് കർത്താവിനോട്, കർത്താവേ, എന്റെ വസ്തുവകയിൽ പാതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നുണ്ട്. വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് മടങ്ങി കൊടുക്കുന്നു എന്ന് പറഞ്ഞു. യേശു അവനോട്, ഇവനും അബ്രഹാമിന്റെ മകൻ ആകിയാൽ ഇന്ന് ഈ വീട്ടിന്റെ രക്ഷ വന്നു. കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത് എന്ന് പറഞ്ഞു. മതി, നമുക്കൊരു നിമിഷം കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ കർത്താവേ, ഈ അനുഗ്രഹീതമായ നല്ല രാത്രിക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഞങ്ങൾക്ക് നൽകി തന്ന നല്ല തിരുവെഴുത്തിനായി സ്തോത്രം. ഈ വചനത്തിന്റെ വാതിലിനെ അങ്ങ് തുറക്കണമേ. പ്രയോജനമുള്ളതൊന്നും മറഞ്ഞു പോകാതെ ഹൃദ്യമായി നിന്റെ ജനത്തോട് നീ ഇടപെടണമേ. ഇപ്പോൾ കേൾക്കുന്നവർ മാത്രമല്ല, ഇനിയും കേൾക്കാനുള്ളവരുടെ ജീവിതത്തിലും ഇതൊരു അനുഗ്രഹമായി വിടുതലായി വെളിപ്പെടുവാൻ പ്രാർത്ഥിക്കുന്നു. അതിന് വിരുദ്ധമായിരുന്ന എല്ലാ വെല്ലുവിളികളെയും യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഞാൻ ബന്ധിച്ച് നീക്കുന്നു. എല്ലാ ഹൃദയങ്ങൾ തുറക്കപ്പെടട്ടെ, ഉള്ളങ്ങൾ ഒരുക്കപ്പെടട്ടെ. മഹത്വം അങ്ങേക്ക്, യേശുവിൻ നാമത്തിൽ ആമേൻ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദഭാഗമാണ് വായിക്കുവാനിടയായത്. അവൻ യെരിഹോവിലെത്തി കടന്നു പോകുമ്പോൾ ചുങ്കക്കാരിൽ പ്രമാണിയും ധനവാനുമായ സക്കായി എന്നു പേരുള്ള ഒരു പുരുഷൻ യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ ശ്രമിച്ചു. വളർച്ചയിൽ കുറിയവനാകുക കൊണ്ട് പുരുഷാര നിമിത്തം കഴിഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. യേശു കർത്താവ് തൻ്റെ പരസ്യ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ അനേക ഇടങ്ങളിൽ പോകുന്ന വഴി അവൻ യെരിഹോവിലും എത്തിച്ചേരുവാനിടയായി. യെരിഹോവിൽ എത്തിച്ചേർന്നപ്പോൾ അവിടെ ഒരു പ്രത്യേകതയുണ്ടായി. ചുങ്കക്കാരിൽ പ്രമാണിയും ധനവാനുമായി സക്കായി എന്ന പേരുള്ള ഒരു പുരുഷൻ. സക്കായിയെ കുറിച്ച് പഠിക്കുമ്പോൾ താൻ ഒരു യഹൂദനാണ്. സമൂഹത്തിൽ മാന്യമായ ഒരു ജോലിയുണ്ട്, ഇൻകം ടാക്സ് ഓഫീസറാണ്, അതുപോലെ ധനവാനാണ്. സമൂഹത്തില് അല്പം നിലയും വിലയും ഒക്കെയുള്ള ഒരു പുരുഷനാണ് സക്കായി. എന്നാൽ ഈ സക്കായിക്ക് തോന്നി, യേശു കർത്താവ് എങ്ങനെയുള്ളവനെന്ന് എനിക്കൊന്ന് കാണണം. പ്രൈസ് ദി ലോർഡ്. യേശു എങ്ങനെയുള്ളവനെന്ന് കാണണം എന്ന് സക്കായിക്ക് തോന്നണമെങ്കിൽ ന്യായമായി നമുക്ക് ചിന്തിക്കാം, സക്കായി യേശുവിനെ കുറിച്ച് ചിലതൊക്കെ കേട്ടിട്ടുണ്ട്. എന്തുവായിരിക്കും സക്കായി യേശുവിനെ കുറിച്ച് കേൾക്കുവാനിടയായത്? രോഗികളെ സൗഖ്യമാക്കുന്ന യേശു, ഭൂതങ്ങളെ പുറത്താക്കുന്ന, മരിച്ചവരെ ഉയർപ്പിക്കുന്ന, അപ്പമില്ലാത്തവർക്ക് അപ്പം നുറുക്കി 10,000 പോഷിപ്പിച്ച യേശു, ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെ വെളിപ്പെടുത്തിയ യേശു. അങ്ങനെ യേശുവിനെ കുറിച്ച് വ്യത്യസ്തമായ വിവിധ നിലകളിൽ താൻ കേൾക്കുവാനിടയായപ്പോൾ തൻ്റെ ഉള്ളിൽ ഒരാഗ്രഹമുണ്ടായി, ഞാൻ കേട്ട യേശു എങ്ങനെയുള്ളവനെന്ന് എനിക്കൊന്ന് കാണണം. പ്രൈസ് ദി ലോർഡ്. ഒറ്റ ചിന്തയുള്ളൂ, എങ്ങനെയുള്ളവനെന്ന് എനിക്കൊന്ന് കാണണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അതിനായി താൻ ശ്രമിച്ചു. യേശുവിനെ കാണുവാൻ സക്കായി ശ്രമിച്ചു. അതിന്റെ അടുത്ത വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, വളർച്ചയിൽ കുറിയവനാകെ കൊണ്ട് പുരുഷാര നിമിത്തം കഴിഞ്ഞില്ല. താൻ കേട്ടതിൻ പ്രകാരം യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ സക്കായി ശ്രമിച്ചെങ്കിലും സക്കായിയെയും യേശുവിനെയും തമ്മിൽ അകറ്റുന്ന ഒരു പുരുഷാരം തൻ്റെ മുമ്പിലുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. സക്കായിയെയും യേശുവിനെയും തമ്മിൽ അകറ്റുന്ന ഒരു പുരുഷാരം സക്കായിയുടെ മുമ്പിൽ ഉള്ളതുകൊണ്ട് അവൻ തന്നെപ്പറ്റി പറയുന്നു, വളർച്ചയിൽ കുറിയവനാകൊണ്ട് യേശുവിനെ കാണുവാൻ സക്കായിക്ക് കഴിഞ്ഞില്ല. എന്നാൽ തൻ്റെ പരിധികൾക്കും തൻ്റെ പരിമിതികളിലും ഒതുങ്ങിപ്പോകുവാൻ സക്കായി തയ്യാറാകാത്തത് കൊണ്ട് പുരുഷാരത്തെ നോക്കിയോ
തൻ്റെ സാഹചര്യങ്ങളെ നോക്കിയോ താൻ നിന്നില്ല, താൻ മുമ്പോട്ടൊന്ന് ഓടുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. ഓടുമ്പോൾ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, യേശു എങ്ങനെയുള്ളവനെന്ന് എനിക്കൊന്ന് കാണണം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ, 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 ആമേൻ. ഉള്ള പരിധിക്കകത്ത് നിന്നുകൊണ്ട് സാഹചര്യങ്ങളെ നോക്കി ഇതിനകത്ത് എന്നെ ശ്രദ്ധിക്കുന്ന ചിലതിനെ നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, കർത്താവ് എങ്ങനെ ഉള്ളവനെന്നൊന്ന് അറിയണം, യേശു എങ്ങനെ ഉള്ളവനെന്നൊന്ന് കാണണം. ഈ ആഗ്രഹത്തിലാ മുമ്പോട്ട് ചുവട് വെച്ചത്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ എന്നെ ശ്രദ്ധിക്കുന്ന ദൈവവൈതലെ, യേശുവിനെ കാണുവാൻ, യേശുവിനെ അറിയുവാനാണ് ഈ വൈകിയ സമയത്ത് നീ കാത്തിരുന്ന് ആമേൻ ഇന്ന് ഈ സൂമിനകത്ത് ആയിരിക്കുന്നതെങ്കിൽ നിന്നെ കാണാതെ കർത്താവ് ഇന്ന് രാത്രി മടങ്ങുകയില്ല. വിശ്വസിക്കുന്നവർക്കാ ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുകയാണ്. ഒറ്റ ലക്ഷ്യമേ അവനുണ്ടായിരുന്നുള്ളൂ, കർത്താവ് എങ്ങനെയുള്ളവനെന്ന് ഒന്ന് കാണണം. അങ്ങനെ മുമ്പോട്ടോടി ഒരു കാട്ടത്തിമേൽ കയറി. പ്രൈസ് ദി ലോർഡ്. കാട്ടത്തിയുടെ ഇലകൾ വളരെ വീതിയുള്ളതാണ്. അതിനകത്ത് പൊക്കം കുറഞ്ഞ ഒരാൾ ഇരുന്ന് കഴിഞ്ഞാൽ ആർക്കും തന്നെ പെട്ടെന്ന് അവനെ കാണാൻ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. തൻ്റെ പരിധിക്കകത്തോ തൻ്റെ സാഹചര്യം പറഞ്ഞുകൊണ്ട് നിരാശനായിരിക്കാതെ സക്കായി വേഗത്തിൽ മുമ്പോട്ടോടി തൻ്റെ പരിമിതികളെ മാറ്റിവെച്ച് കാട്ടത്തിയുടെ മേൽ വലിഞ്ഞു കയറി. പ്രൈസ് ദി ലോർഡ്. ഒരു വ്യക്തിക്ക് പോലും കാണാൻ കഴിയാത്ത വിധം സക്കായി കാട്ടത്തിയുടെ ഇലകൾക്കിടയിൽ മറഞ്ഞിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അതുവഴിയായി യേശു വരികയായിരുന്നു. ആ സ്ഥലത്തെത്തിയപ്പോൾ കർത്താവ് മുകളിലോട്ട് നോക്കി ഒറ്റ വിളിയ, സക്കായിയെ വേഗം ഇറങ്ങി വാ, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി പുറപ്പെടുമ്പം സക്കായിക്ക് ഒറ്റ ചിന്തയുണ്ടായിരുന്നുള്ളൂ, യേശു എങ്ങനെ ഉള്ളവനെന്നൊന്ന് കാണണം. പ്രൈസ് ദി ലോർഡ്. തൻ്റെ പ്രോഗ്രാമിൽ ഒരിക്കലും ഇല്ലായിരുന്നു മടങ്ങി വരുമ്പോൾ ഈ യേശുവിനെ കൊണ്ട് വീട്ടിലോട്ട് പോകേണ്ടി വരുമെന്ന്. ഒറ്റ ചിന്തയുണ്ടായിരുന്നുള്ളൂ, കർത്താവ് എങ്ങനെയുള്ളവനെന്ന് ഒന്ന് കണ്ടിട്ട് ആരും അറിയാതെ മടങ്ങിപ്പോണമെന്നുള്ള ഒറ്റ ചിന്തയിൽ ഇറങ്ങി പുറപ്പെട്ടത്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ യേശുവിൻ്റെ പ്രോഗ്രാം ഷീറ്റിൽ ഉണ്ടായിരുന്നത്, ഇന്ന് ഞാൻ സ്റ്റേ ചെയ്യുന്നെങ്കിൽ അത് സക്കായിയുടെ ഭവനത്തിലായിരിക്കും എന്നുള്ളതാണ്. ഈ രാത്രി ഈ സൂം പ്ലാറ്റ്ഫോമിൽ ചിലർ കൂടിയിരിക്കുമ്പോൾ ഒറ്റ ചിന്തയുള്ളൂ, എങ്ങനെയെങ്കിലും ആരും അറിയാതെ ഒരു ദൈവശബ്ദം കേൾക്കണം, ഈ കർത്താവിനെ കണ്ടച്ച് എനിക്ക് അതുവഴിയായി പോകണം എന്ന് പറഞ്ഞ് ആമേൻ സാഹചര്യങ്ങളെ ഒന്നും വകവെക്കാതെ കാട്ടത്തിയുടെ മേൽ ആമേൻ കയറിയിരിക്കുന്നത് പോലെ ആമേൻ പലരും പല ഇടങ്ങളിൽ, ഒരുപക്ഷെ നിന്റെ ബെഡ്റൂമിലാകാം, എവിടെ ആമേൻ മൊബൈലിന്റെ മുമ്പിൽ, ആമേൻ ലാപ്ടോപ്പിന്റെ മുമ്പില്, ആമേൻ ഈ യോഗം നീ അറ്റൻഡ് ചെയ്യുമ്പോൾ ഇന്ന് രാത്രി നിന്നെ നോക്കി ദൈവത്തിന്റെ ആത്മാവിന് പറയാൻ ഒരു ദൂതുണ്ട്. നിന്നെ രഹസ്യമായി കാണിച്ചിട്ട് പോകാനല്ല, ഈ രാത്രി കൂട്ടായ്മയുടെ മധ്യേ അവൻ കടന്നു വന്നത് പരസ്യമായി നിന്നെ ദേശത്തിന്റെ മധ്യ വെളിപ്പെടുത്താനാ. എവിടെ നീ മറഞ്ഞിരിക്കുന്നോ അവിടെ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവന്ന് രഹസ്യ സാക്ഷിയല്ല, പരസ്യമായി യേശുവിന്റെ സാക്ഷിയാക്കി നിർത്തുവാൻ എൻ്റെ ദൈവത്തിന് പദ്ധതിയുണ്ടെന്നുള്ള ദൈവിക അരുളപ്പാട് ഈ വചനത്തിൽ കൂടെ കൈമാറുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. ആമേൻ, ആമേൻ, ആമേൻ. അനേകരുടെ കണ്ണുകൾക്ക് മുമ്പിൽ സക്കായി മറഞ്ഞിരുന്നെങ്കിലും അഗ്നിജ്വാലക്കത്തെ കണ്ണോടുകൂടിയ കർത്താവിന്റെ കൺമുമ്പിൽ മറയപ്പെട്ടിരുന്നില്ല. കാട്ടത്തിയുടെ ചുവട്ടിൽ വന്ന ഒറ്റ വിളിയ, സക്കായി വേഗം ഇറങ്ങി വാ, പേര് ചൊല്ലി വിളിക്കുകയാ, ഇന്ന് ഞാൻ നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. തന്നെ കാണാൻ പുറപ്പെട്ട സക്കായിയെ ദൂരത്ത് നിന്ന് കണ്ടിട്ട് പോകാനല്ല കർത്താവിന്റെ പദ്ധതി, അവനെ സമീപെ ചേർത്ത് നിർത്തി താൻ ആരാണെന്ന് അവന് വ്യക്തിപരമായൊന്ന് വെളിപ്പെടുത്തി. അവന് മാത്രമല്ല അവന്റെ ഭവനത്തിലും താൻ ആരാണെന്നൊന്ന് വെളിപ്പെടുത്തുവാൻ യേശുവിന് പദ്ധതിയുണ്ട്. കർത്താവിന് പദ്ധതിയുള്ള ദൈവപൈതലേ, ഏത് സാഹചര്യങ്ങളിൽ നീ മറഞ്ഞിരുന്നാലും, ഏത് ആമേൻ പ്രതികൂലത്തിന്റെ മധ്യ നീ മറഞ്ഞിരുന്നാലും,
ഈ അസാധ്യതകളുടെ മധ്യേ പേർ ചൊല്ലി നിന്നെ വിളിച്ചു പുറത്തു കൊണ്ടുവരുവാൻ കഴിയുന്ന ഒരു യേശുവിനെ ഞാൻ ഇന്ന് രാത്രിയോടെ പ്രസംഗിക്കുന്നത്. അവന് നിന്റെ പേര് മറവായിരിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അവൻ ഒറ്റ കാര്യമുള്ളൂ, സക്കായിയെ വേഗം ഇറങ്ങി വാ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. വേഗം ഇറങ്ങി വാ എന്നുള്ള വാക്ക് കേട്ടപ്പോൾ ഇറങ്ങാൻ അത്ര ഈസി ആയിരുന്നില്ല. കാട്ടത്തിയുടെ മേൽ തത്തിപ്പിടിച്ചു കയറാൻ എളുപ്പമായിരുന്നു. എന്നാൽ ദൈവശബ്ദം കേട്ട് ഇറങ്ങാൻ ഒരൽപ്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അടുത്ത വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, ബദ്ധപ്പെട്ടാണെങ്കിലും അവൻ ഇറങ്ങി കൈക്കൊണ്ടപ്പോൾ യേശുവിനെ സന്തോഷത്തോടെ കൈക്കൊണ്ടു. ചിലരങ്ങനെ ഇറങ്ങി വരാൻ ഒരൽപ്പം ബദ്ധപ്പാട് സഹിച്ചാലും കൈക്കൊണ്ടാൽ സന്തോഷത്തോടെ പൂർണ്ണ ഹൃദയത്തോടെ കൈക്കൊള്ളും. പ്രൈസ് ദി ലോർഡ്. അവിടെയും പകുതി ഇവിടെയും പകുതി എന്നുള്ള നിലയില ചിലർ യേശുവിനെ കൈക്കൊണ്ടിട്ടുള്ളു. എന്നാൽ സക്കായിയെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. കർത്താവ് രാവിലെ ഇറങ്ങിയപ്പോൾ തൻ്റെ ബുക്കിൽ എഴുതിയിട്ടുണ്ട്, ഇന്ന് ഞാൻ സ്റ്റേ ചെയ്യുന്നത് സക്കായിയുടെ ഭവനത്തിൽ. സക്കായി ഒരിക്കലും പ്രതീക്ഷിച്ചില്ല മടങ്ങി ചെല്ലുമ്പോൾ ആരെ ദൂരത്തിരുന്ന് കാണുവാൻ താൻ ആഗ്രഹിച്ചിറങ്ങി പുറപ്പെട്ടോ അവൻ ഇന്ന് എൻ്റെ വീട്ടിൽ പാർക്കുമെന്ന് സക്കായിയുടെ പ്രോഗ്രാം ഷീറ്റിലില്ല. എന്നാൽ ഒടേതമ്പുരാന്റെ പ്രോഗ്രാം ഡയറിയിൽ എഴുതി വെച്ചിരിക്കുക ഇന്ന് എവിടെ ആയിരിക്കണം എന്നുള്ളത്. പ്രൈസ് ദി ലോർഡ്. ഒരു പക്ഷേ എന്നെ ശ്രദ്ധിക്കുന്ന ദൈവവൈതലേ, നിന്റെ പ്രോഗ്രാം ഡയറിയിൽ ഇല്ലാത്ത ചില വിഷയങ്ങളിൽ തമ്പുരാൻ നിന്നെ ചേർത്ത് പിടിക്കാൻ പോവുകയാ. ഇന്നലകളിൽ 2024 ഈ 11 മാസങ്ങൾ നിന്റെ പ്രോഗ്രാം ഷീറ്റിൽ ഇല്ലാത്ത ചില വിഷയങ്ങളിൽ നീ തീരുമാനമെടുക്കുവാൻ ദൈവം നിന്നെ വിളിച്ചു പുറത്തു കൊണ്ടുവരാൻ പോവുകയാ. വിശ്വസിക്കുന്നവർക്കാ ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുകയാണ്. സക്കായിയെ വേഗം ഇറങ്ങി വാന്നുള്ള വാക്കിന് മുമ്പിൽ അല്പം ബദ്ധപ്പാട് സഹിച്ചാണേലും ഇറങ്ങിയപ്പോൾ സന്തോഷത്തോടെ കർത്താവിനെ കൈക്കൊണ്ടു. പ്രൈസ് ദി ലോർഡ്. ഇറങ്ങി വരാൻ ഒരല്പം ബദ്ധപ്പാടാ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പക്ഷേ കൈക്കൊണ്ടപ്പോൾ സന്തോഷത്തോടെ കൈക്കൊണ്ട്. ഇത് കണ്ടപ്പോൾ ചിലർക്ക് കമന്റ് പറയാനുണ്ട്, അവൻ പാപിയായ ഒരു മനുഷ്യനോടുകൂടെ പാർക്കുവാൻ പോയി എന്ന് പിറുപിറുത്തു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കണ്ടവരൊക്കെ പരീക്ഷന്മാരും ന്യായശാസ്ത്രിമാരും പറഞ്ഞു, അവർക്ക് കുറ്റം കണ്ടുപിടിച്ച് അവർ പറയുക, ഇവൻ ആരുടെ കൂടെ പോയി? പാപിയായ ഒരു മനുഷ്യന്റെ കൂടെ ഇവൻ പാർക്കുവാനായി പോയി. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ബദ്ധപ്പെട്ടാണെങ്കിലും താഴെ ഇറങ്ങിയ സക്കായി യേശുവിനെ കൈക്കൊണ്ടത് അവിടെയും പകുതി ഇവിടെയും പകുതി എന്നുള്ള നിലയിലല്ല, പൂർണ്ണ ഹൃദയത്തോടെ യേശുവിനെ കൈക്കൊണ്ടു. യേശു അകത്തോട്ട് വന്നപ്പോൾ ഇന്നലകളിൽ താൻ വലുതായി കണ്ട പലതും പുറത്തേക്ക് പോവുകയായിരുന്നു. കർത്താവും ലോകവും കൂടെ ഒരുമിച്ച് അകത്തിരിക്കത്തില്ല, രണ്ടിലേതെങ്കിലും ഒന്നേ ഇരിക്കത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഒരു കൂട്ടം അവിടെ വിമർശിക്കുമ്പോൾ, വിധിക്കുമ്പോൾ യേശുവിനെ കൈക്കൊണ്ട സക്കായി ഒരു വലിയ തീരുമാനം അവിടെ പ്രഖ്യാപിക്കുകയാണ് കർത്താവിന്റെ മുമ്പിൽ. എന്തുവാ പറഞ്ഞത്? കർത്താവേ, എൻ്റെ വസ്തുവകയിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുക, വല്ലതും ചതുവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് മടക്കി കൊടുക്കുന്നു എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. കുറ്റം പറയുന്നവരുടെയും വിധിക്കുന്നവരുടെയും മുമ്പിൽ യേശുവിനെ സക്കായി കൈക്കൊണ്ടപ്പോൾ തൻ്റെ അകത്ത് അന്ന് വരെ താൻ വലുതായി കണ്ട താൻ അധ്വാനിച്ചുണ്ടാക്കിയ തൻ്റെ സമ്പത്തുക്കൾ, തൻ്റെ സ്വത്തുവകകൾ അതെല്ലാം വലുതായി താൻ വിട്ടുകളയുവാനിടയായി. അല്പം കൂടെ വ്യക്തമാക്കിയ, ഇന്നലെ വരെ താൻ ചിന്തിച്ചു സമ്പത്താണ് ഈ ഭൂമിയിൽ വലുത്, വസ്തുവകകളാണ് ഈ ഭൂമിയിൽ വലുത്. എന്നാൽ യേശു അകത്തോട്ട് വന്നപ്പോൾ ഒരു യാഥാർത്ഥ്യം താൻ തിരിച്ചറിഞ്ഞു, യേശുവാണ് സകലതിനേക്കാളും വലിയവൻ. താൻ ഇന്നലെ വരെ ചതിച്ചുണ്ടാക്കിയതാകാം, അധ്വാനിച്ചതുണ്ടാക്കിയതാകാം, കുടുംബപരമായിട്ടുള്ളതാകാം, ഈ സമ്പത്തിനേക്കാളെല്ലാം വലിയവനാണ് താൻ കൈക്കൊണ്ടിരിക്കുന്ന തൻ്റെ ഭവനത്തിലേക്ക് വന്നിരിക്കുന്ന യേശു എന്നുള്ള യാഥാർത്ഥ്യം സക്കായി തിരിച്ചറിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ആമേൻ, ആമേൻ. സ്വർഗത്തെക്കാൾ ഉന്നതനായവൻ,
വിലയേറിയ യേശു തൻ്റെ ഭവനത്തിലേക്ക് വരുവാൻ തീരുമാനിച്ചപ്പോൾ തൻ്റെ ഭവനത്തിനകത്ത് അവൻ താൻ വിലയേറിയായി കണ്ടതെല്ലാം സക്കായി പുറത്തോട്ട് കളയുക. സക്കായി പറയുക, അമേൻ, എൻ്റെ വസ്തുവകയിൽ ഞാൻ പകുതി ദരിദ്രർക്ക് കൊടുക്കാം. വല്ലതും ചതുവായി വാങ്ങിയെങ്കിൽ 4 മടങ്ങായി ഞാൻ മടക്കി കൊടുക്കാം. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു വലിയ മാനസാന്തരം, ഒരു വലിയ മാനസാന്തരത്തിന്റെ പ്രവൃത്തി അവിടെ വെളിപ്പെടുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹൃദയം കൊണ്ട് തീരുമാനമെടുക്കാനും രക്ഷിക്കപ്പെടാനും സ്നാനപ്പെടാനും എല്ലാവരും മുമ്പോട്ട് വരും. ഒരു വർഷവുമില്ല. എന്നാൽ എത്ര പേര് യേശുവിനെ കൈക്കൊണ്ട് കർത്താവിനേക്കാൾ വലുതായി എനിക്കൊന്നുമില്ല എന്ന് എത്ര പേര് ചിന്തിക്കും? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കർത്താവിനേക്കാൾ വലുതായി എനിക്കൊന്നുമില്ലെന്ന് എത്ര പേര് തിരിച്ചറിയും? ഹല്ലേലൂയ. അവിടെ വെച്ചുണ്ടായ മാനസാന്തരം കണ്ടോ? വല്ലത് ഞാൻ ചതിവായി വാങ്ങിയെങ്കിൽ 4 മടങ്ങായി തിരിച്ചു കൊടുക്കാം. പ്രൈസ് ദി ലോർഡ്. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം അത് വ്യർത്ഥമാണ്. അതുപോലെ മാനസാന്തരത്തിനും ഫലമുണ്ട്, പ്രവൃത്തി ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. വാഗൊണ്ട് പറഞ്ഞ പോരെ, പ്രവൃത്തിയിലെ മാനസാന്തരം വെളിപ്പെടണം. അമേൻ, 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 അമേൻ. പരിഹസിക്കുന്നവരുടെ മുമ്പിൽ, വിമർശിക്കുന്നവരുടെ കുറ്റം പറയുന്നവരുടെ മുമ്പിൽ യഥാർത്ഥ മാനസാന്തരം സക്കായിയുടെ വായിൽ നിന്നും പുറത്തു വന്നപ്പോൾ കർത്താവ് പറഞ്ഞൊരു ദൂതുണ്ട്, ഇവനും അബ്രഹാമിന്റെ സന്തതിയാകയാൽ ഇന്നീ വീടിന് മകനാകയാൽ ഇന്നീ വീടിന് രക്ഷ വന്നു. കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിക്കുവാനല്ലോ മനുഷ്യപുത്രൻ വന്നത് എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചോ? സക്കായി ഇന്നലകളിൽ താൻ വലുതായി കണ്ട സമ്പത്ത് എല്ലാം വേണ്ടെന്ന് വെച്ചപ്പോൾ, ചതുവായി വാങ്ങിയതും ആകാതെ സമ്പാദിച്ചതും ഒക്കെ വേണ്ടെന്ന് വെക്കണമെങ്കിൽ അതിനേക്കാൾ വലിയവനായ യേശു എന്നുള്ള തിരിച്ചറിവ് തൻ്റെ അകത്ത്, തൻ്റെ ഹൃദയത്തിനകത്ത് വെളിപ്പെട്ടതുകൊണ്ട് മാത്രമാണ്. ഹൃദയദൃഷ്ടി പ്രകാശിച്ച സക്കായി തൻ്റെ തീരുമാനങ്ങൾ പറഞ്ഞപ്പോൾ യേശു പറയുക, ഇവനും അബ്രഹാമിന്റെ മകനാകയാൽ ഇന്നീ വീടിന് രക്ഷ വന്നിരിക്കുന്നു. അവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചോ? സക്കായിയുടെ അഡ്രസ് ദൈവം മാറ്റുകയാണ്. പ്രൈസ് ദി ലോർഡ്. സക്കായിയുടെ മേൽവിലാസം മാറി. യേശുവിനെ കൈക്കൊണ്ടപ്പോൾ സമ്പാദിച്ചെന്നല്ല എഴുതിയിരിക്കുന്നത്, ലാഭമെന്ന് കരുതിയതൊക്കെ ഛേദമെന്നെണ്ണേണ്ട അവസ്ഥ വന്നു. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിച്ചോ? സക്കായിയുടെ മേൽവിലാസം അവിടെ മാറി. അല്പം മുമ്പ് വരെ പാപി എന്ന് അനേകർ സക്കായിയുടെ നേരെ വിരൽ ചൂണ്ടി പറയുമായിരുന്നെങ്കിൽ യേശു അവനെ നോക്കി വിളിക്കുകയാ, ഇവൻ അബ്രഹാമിന്റെ മകനാകയാ ഇന്നീ വീടിന് രക്ഷ വന്നിരിക്കുന്നു. മനുഷ്യൻ നിന്നെ നോക്കി വിളിച്ച പേരുകളെ, സാഹചര്യങ്ങൾ, സമൂഹം നിന്നെ നോക്കി വിരൽ ചൂണ്ടി പറഞ്ഞ വാക്കുകളെ യേശുവിനെ കൈക്കൊള്ളുന്ന സെക്കൻഡിൽ തന്നെ ആ വാക്കുകളെ കർത്താവ് ക്യാൻസൽ ചെയ്യുവാനിടയാകും. എന്നിട്ട് അബ്രഹാമിന്റെ മക്കളുടെ ലിസ്റ്റിൽ നമ്മുടെ പേർ, നിന്റെ പേർ എഴുതി ചേർക്കുവാനിടയാകും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഗലാത്യ ലേഖനത്തിൽ പൗലോസ്ലീഹ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനെന്ന് എഴുതിയിരിക്കുന്ന പോലെ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. എന്തിന്? അബ്രഹാമിന്റെ വാഗ്ദത്തം ക്രിസ്തു യേശുവിലൂടെ ജാതികളിലേക്ക് വരേണ്ടതിനും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അബ്രഹാമിന്റെ മകനാകുമ്പോൾ അബ്രഹാമിന്റെ വാഗ്ദത്തത്തിന് ഓഹരിക്കാരനാണ്. അബ്രഹാമിന്റെ വാഗ്ദത്തത്തിന് ഓഹരിക്കാരനാകണമെങ്കിൽ ഒരു കുറുക്കു വഴിയില്ല. ഒറ്റ കാര്യമേ ഉള്ളൂ, യേശുവിനെ കൈക്കൊള്ളുക, കർത്താവിന് വേണ്ടി ഹൃദയം തുറന്നു കൊടുക്കുക, യേശുവിന് വേണ്ടി ഭവനം തുറന്നു കൊടുക്കുക, ദൈവദാസന്മാർ കാലുകുത്തുവാൻ, ദൈവമക്കൾ കടന്നു വരുവാൻ ഭവനത്തിന്റെ വാതിലുകളെ തുറക്കുക. ദൈവവചനം ക്രിയ ചെയ്യുവാൻ ഹൃദയത്തിന്റെ വാതിലിനെ തുറക്കുക. വിമർശിക്കുന്നവരുടെ മുമ്പിൽ, വിധിക്കുന്നവരുടെ മുമ്പിൽ വചനം അകത്ത് ക്രിയ ചെയ്യുമ്പോൾ പേര് മാറും, ആള് മാറും, ദൈവത്തിന്റെ മഹത്വം ഇറങ്ങി പ്രവർത്തിക്കുവാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആമേൻ. എബ്രായ ലേഖനത്തില് എഴുതിയിരിക്കുന്നു, ദൂതന്മാരെ സംരക്ഷണ ചെയ്യുവാനല്ല,
അബ്രഹാമിന്റെ സന്തതിയെ സംരക്ഷണം ചെയ്യുവാനത്രേ അവൻ വന്നിരിക്കുന്നു. ആമേൻ. ഗലാത്യർ 3:7 എഴുതിയിരിക്കുന്നു, അതുകൊണ്ട് വിശ്വാസികൾ തന്നെ അബ്രഹാമിന്റെ മക്കൾ. ഈ രാത്രി യേശുവിനെ വിശ്വസിക്കുന്ന ഏതൊരു ദൈവ പൈതലിനെ ബൈബിൾ പറയുന്നു അവൻ അബ്രഹാമിന്റെ സന്തതിയാണെന്ന്. പ്രൈസ് ദി ലോർഡ്. അബ്രഹാമിന്റെ സന്തതിയാകണമെങ്കിൽ അവൻ ലോകത്തോടുള്ള സഖിത്വം വിടണം. പ്രൈസ് ദി ലോർഡ്. ചതിച്ചു വഞ്ചിച്ചു നേടിയതെല്ലാം സക്കയോടെ വേണ്ടെന്ന് വെച്ചു. ചതിച്ചും വഞ്ചിച്ചും ഒക്കെ കിട്ടിയത് വേണ്ടെന്ന് വെച്ചപ്പോൾ ഇതാ അബ്രഹാമിന്റെ വാഗ്ദത്തവുമായിട്ട് സക്കായിയെ യേശു അങ്ങ് കൂട്ടിയോജിപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഈ രാത്രി ദൈവിക സമൃദ്ധി, ദൈവിക ഉടമ്പടിയുടെ വക്താവായി തീരണമെങ്കിൽ ഒരു കുറുക്കോഴിയുമില്ല, കർത്താവിനായി ഹൃദയം കൊടുക്കുക. യേശുവിനായി ഹൃദയം കൊടുക്കുമ്പോൾ യഥാർത്ഥ മാനസാന്തരത്തിന്റെ പ്രവൃത്തി ജീവിതത്തിൽ വെളിപ്പെടുവാനിടയാകും. പ്രൈസ് ദി ലോർഡ്. പാട്ട് കേട്ടത് കൊണ്ടോ ബൈബിൾ വായിച്ചത് കൊണ്ടോ ഒരു കഥപുസ്തകം വായിക്കുന്ന പോലെ വായിക്കുകയോ അല്ലെങ്കിൽ ഒരു സ്റ്റോറി കേൾക്കുകയല്ല ക്രിസ്തീയ ജീവിതം. ഈ പറയുന്നതൊക്കെ സത്യമാണോ എന്ന് കയ്യിലുള്ള ബൈബിൾ വായിച്ചു മനസ്സിലാക്കണം. പ്രൈസ് ദി ലോർഡ്. മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് അബ്രഹാമിന്റെ മക്കളായി വിശുദ്ധിയിലും വേർപാടിലും ജീവിക്കുവാൻ ആരെ തീരുമാനിക്കുന്നു അവന്റെ മേൽവിലാസം ദൈവം മാറ്റും. പ്രൈസ് ദി ലോർഡ്. കർത്താവിനെ കൈക്കൊണ്ടത് നിമിത്തം സക്കായുടെ ജീവിതത്തില് ലാഭമല്ല, ശൂന്യത ഉണ്ടായി അല്ലെ. പകുതി ദരിദ്രർക്കും കൊടുത്തു, ബാക്കി ഉണ്ടായിരുന്നത് ചതിച്ചു വാങ്ങിയത് 4 മടങ്ങായിട്ട് മടക്കി കൊടുക്കുവാനും ഇടയായി. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അബ്രഹാമിന്റെ വാഗ്ദത്തത്തിന് സക്കായെ യേശു ഓഹരിക്കാരനാക്കി തീർത്തു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഈ കർത്താവിന് വേണ്ടി ലാഭമായതൊക്കെ ഛേദമെന്നെണ്ണി ആര് യഥാർത്ഥമായി പിൻപറ്റിയിട്ടുണ്ടോ അവരാരും വഴിയിൽ പട്ടുപോകുവാൻ, അവരാരും ദരിദ്രന്മാരായി തീരുവാൻ എൻ്റെ ദൈവം അനുവദിച്ചിട്ടില്ല. രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതൽ അബ്രഹാമിന്റെ വാഗ്ദത്തവുമായിട്ടാണ് കൈ കൊടുക്കുന്നത്. അബ്രഹാമിന്റെ മക്കളുടെ ലിസ്റ്റിലേക്ക് എഴുതപ്പെടുന്നത്. ഇന്ന് രാത്രി എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ആ ഉന്നതമായ ഉടമ്പടിയിൽ എനിക്കും ഒന്ന് പങ്കാളിയാകണമെന്ന്? തീരുമാനമെടുക്കുന്നവർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുകയാണ്. സക്കായി മറഞ്ഞിരുന്ന ഒറ്റ കാര്യമേ ചിന്തിച്ചുള്ളൂ. മറഞ്ഞിരുന്നാണേലും യേശുവിനെ ഒന്ന് കണ്ടേച്ച് മടങ്ങിപ്പോകണമെന്ന് ഓർത്ത് ഇറങ്ങി തിരിച്ചതാ. പക്ഷെ തന്നെ കാണാൻ ഇറങ്ങി തിരിച്ചവനെ കാണിക്കുക മാത്രമല്ല, രഹസ്യമായിട്ടല്ല പരസ്യമായി കാണിച്ച് സക്കായിയെ മാത്രമല്ല സക്കായിയുടെ ഭവനത്തെ മുഴുവനായി വിടുവിക്കുവാനാ കർത്താവിന്റെ പദ്ധതി. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഈ രാത്രികാലം ദേശത്തിന്റെ ലോകത്തിന്റെ ഏത് കോണിലിരുന്ന് ഈ വചനം നീ കേൾക്കുമ്പോഴും തിരിച്ചറിയുക, നിന്റെ ഭവനത്തിനു വേണ്ടി നീ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാകാം, നിന്റെ പ്രിയപ്പെട്ടവന്റെ മാനസാന്തരത്തിനു വേണ്ടി നീ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാകാം, നിന്റെ തലമുറകളുടെ വിടുതലിനു വേണ്ടി നീ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാകാം, രോഗസൗഖ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാകാം. എന്നാൽ ഇന്ന് രാത്രി ആത്മാവിലൊരു ദൂത് കൈമാറുകയാ. രഹസ്യമായി കർത്താവിനെ കണ്ട് ആരും അറിയാതെ യൂട്യൂബിലൂടെ അല്ലെങ്കിൽ ഈ സൂമിലൂടെ ഒരു വിടുതൽ പ്രാപിച്ചു പോകാൻ നീ ആഗ്രഹിക്കുന്നെങ്കിൽ കുഞ്ഞെ, രഹസ്യമായിട്ടല്ല പരസ്യമായി നിന്നെ മാനിക്കുവാൻ എൻ്റെ കർത്താവിന് പദ്ധതിയുണ്ട്. സക്കായിയെ വേഗമിറങ്ങി വാന്നുള്ള വാക്കിന് മുമ്പ് ചോദ്യം ചെയ്യാതെ ബന്ധപ്പെട്ടാണെങ്കിൽ സന്തോഷത്തോടെ അവൻ ഇറങ്ങി യേശുവിനെ സന്തോഷത്തോടെ കൈക്കൊണ്ടപ്പോൾ തൻ്റെ മേൽവിലാസം മാറിക്കുറിക്കപ്പെട്ടെങ്കിൽ ഈ രാത്രി നീ ആയിരിക്കുന്ന സാഹചര്യം എന്തെന്ന് എനിക്കറിയില്ല, നീ അഭിമുഖീകരിക്കുന്ന പ്രതികൂലം എന്തെന്ന് എനിക്കറിയില്ല. എന്നാൽ തുറന്ന ഹൃദയത്തോടെ നിറഞ്ഞ മനസ്സോടെ കർത്താവിനെ നീ കൈക്കൊള്ളുമ്പോൾ ഈ ലോകം പറയും നഷ്ടങ്ങളാ കഷ്ടങ്ങളാ എന്ന് ലോകം നിന്നെ നോക്കി വിധി പറയുമ്പോൾ ഓർത്തോ, അബ്രഹാമിനെ ദൈവം ബഹുസമ്പന്നനാക്കിയെങ്കിൽ അബ്രഹാമിന്റെ മക്കളുടെ ലിസ്റ്റിലേക്ക് നിന്റെ പേരെഴുതുമ്പോൾ, നിന്റെ കുടുംബത്തിന്റെ പേരെഴുതുമ്പോൾ നിന്നെ ഒരിക്കലും അവൻ അനാഥനായി വിടുകയില്ല. നിന്റെ തലമുറ ഒരിക്കലും അനാഥരായി ഉഴലുവാൻ ദൈവം അനുവദിക്കത്തില്ല.
വിശ്വസിക്കുന്നവർക്ക് ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുകയാണ്. ഓ റിഖല ബാബാബ ശംധരാമന ജഗനാധികസീധികരി ജീവലഘടകം ഭൗഷകർഗമനയ. പാസ്റ്റർ ബിജു പടവത്ത്, പരിശുദ്ധാത്മാവ് നിന്നെ നോക്കി പറയുന്നു, നീ ആയിരിക്കുന്ന ദേശത്ത് ഒത്തിരി വെല്ലുവിളികൾ നിറയപ്പെട്ടതാ, ഒത്തിരി പ്രതികൂലങ്ങളുടെ മധ്യേ നീ നിൽക്കുന്നത്. എന്നാൽ അതിൻ്റെ മധ്യേ അനുകൂലമാക്കുവാൻ ദൈവത്തിന്റെ കരം നിനക്കായി ചലിക്കും. അനേകരെ ആമേൻ പ്രതികൂലങ്ങളിലൂടെ നീ പോകുന്നെങ്കിലും ആ കയ്പിന്റെ അനുഭവത്തെ തമ്പുരാൻ നിന്റെ ജീവിതത്തിൽ മധുരമുള്ളതാക്കി തീർത്ത് അനേക ആത്മാക്കളെ നേടുവാൻ ദൈവം നിന്നെ ഉപയോഗിക്കും. ഭവനത്തെക്കുറിച്ച് ഓർത്ത് ചില ആകുലതകൾ നിന്റെ മുമ്പിലുണ്ട്. കർത്താവ് ഈ നാളുകളിൽ ചില അവകാശങ്ങളെ നീ എഴുതി മേടിക്കുന്നത് പോലെ, അമേൻ വിളിച്ചു തരുന്നത് പോലെ ചില നന്മകൾ ദൈവം നിനക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട്. ചില ബന്ധങ്ങളെ ദൈവം നിനക്ക് തരും. അമേൻ അമേൻ. നീ പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ നിന്നും ചില ദൈവിക ബന്ധങ്ങളെ കർത്താവ് നിനക്ക് ചേർത്ത് തരും ഈ നാളുകളിൽ. അമേൻ അമേൻ. ഈ ആണ്ടിന്റെ അവസാന നിമിഷങ്ങളാ പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുവാൻ ദൈവത്തിന്റെ ആത്മാ ഇടപെടുന്നു. ചില ദിവസങ്ങൾ നീ ഉപവാസത്തോടെ പ്രാർത്ഥിക്കണം. നിന്റെ പ്രാണന് വരെയും ഭീഷണി മുഴക്കിക്കൊണ്ട് ശത്രു പതിയിരിക്കുന്ന ചില അവസ്ഥകളുണ്ട്. ആമേൻ. ജയമെടുക്കാൻ തയ്യാറാകട്ടെ. പുതിയ ആണ്ടിന്റെ ആരംഭം മുതൽ ഒരു പ്രത്യേക വഴിയിലൂടെ, പ്രത്യേക ഒരു വഴിത്തിരിവിലൂടെ നിന്നെ ഞാൻ നടത്തി മാർച്ച് മാസത്തോടെ ഒരു പുതിയ വയലിലേക്ക് ഇറങ്ങത്തക്ക വിധം ഒരു കൊയ്ത്തിനായി നിന്നെ ഞാൻ ഒരുക്കുകയാണെന്ന് ദൈവത്തിന്റെ ആത്മാവ് നിന്നെ നോക്കി വ്യക്തമായ ആലോചന പറയുകയാണ്. റിഗമന ശംധരാമന ജഗനാധികസീതികലി ജീവമന അധികരീ ജഗനന്ദുമനെ ദിഗസിയാന. യേശുവിന്റെ രക്തം ജയമെടുക്കുക, യേശുവിന്റെ രക്തം ജയമെടുക്കുകയാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. റിഗമനാധികസിയാന ശംധരജനകന്തികരിയ. ഈ അമ്മച്ചി 74th ഓൺലൈൻ ഫെലോഷിപ്പ് എന്ന് അമ്മ അമ്മച്ചി ഒന്ന് കൈവക്കിക്കേ. ഈ 74th യെസ് ദൈവാത്മാ പറയുന്നു, തലമുറയെക്കുറിച്ച് ഓർത്ത് ഒത്തിരി ഭാരത്തോടെ ആകുലതയോടെ അമ്മനെ അമ്മച്ചി ആയിരിക്കുന്നു. തലമുറയ്ക്ക് വേണ്ടിയുള്ള ദൈവത്തിന്റെ കരുതൽ ദൈവം ഈ നാളുകളിൽ ചെയ്തെടുക്കും കേട്ടോ. അമേൻ. ചില അവകാശങ്ങൾ അമേൻ അളന്ന് മേടിക്കത്തക്ക വിധം, ചില രജിസ്ട്രേഷനുകൾ നടത്തത്തക്ക വിധം ദൈവം ചില കാര്യങ്ങളെ ക്രമീകരിക്കും. അമേൻ. റികമന ശംധരാമന ജഗനാധികസിയാന ശംധോറിമ സന്തുനിയാല ശംധരജനകന്തികസിയാന. റേച്ചൽ മാത്യു, ദൈവാത്മാ പറയുന്നു, അമേൻ, നിന്നെ ഭൂമിയുടെ പരപ്പിൽ നിന്ന് പോലും മാറ്റിക്കളയാൻ ശത്രു ഒത്തിരി പോരാടിയതാണ്. എന്തിനാ ഞാനിങ്ങനെ ജീവിക്കുന്നതെന്ന് പോലും പല പ്രാവശ്യം നീ ചിന്തിച്ച സമയങ്ങൾ നിന്റെ മുമ്പിലുണ്ടായിരുന്നു. അമേൻ അമേൻ അമേൻ. റികമന ശംധരാമന ജഗനാധികസിയാന. നിരാശയുടെ ആമേൻ ആമേൻ അനുഭവങ്ങളെ നിന്റെ ജീവിതത്തിൽ കൊണ്ടുവന്ന് മതി കർത്താവേ മതി, അങ്ങ് എടുത്തിരുന്നെങ്കിൽ അത്ര കുറച്ച് ദുഃഖിച്ചാൽ മതിയായിരുന്നല്ലോ എന്ന് ഓർത്ത സമയങ്ങളും നാഴികകളും, നിനക്ക് നേരെ ചൂണ്ടുന്ന വിരലുകൾ, നിനക്ക് നേരെ സംസാരിക്കുന്ന നാവുകളെ ദൈവത്തിന്റെ ആത്മാവ് കാണുകയാണ്. എന്നാൽ നീ ഭാരപ്പെടണ്ട. അമേൻ. യേശുവിനെ സക്കായി ബന്ധപ്പെട്ട് ആണെങ്കിലും കൈക്കൊണ്ടപ്പോൾ തൻ്റെ മേൽവിലാസം മാറിയതുപോലെ നീ നിമിത്തം നിന്റെ കുടുംബത്തിന്റെ മേൽവിലാസം മാറ്റുവാൻ എനിക്ക് പദ്ധതിയുണ്ട്. നിന്റെ കണ്ണുനീർ എൻ്റെ തുരുത്തിയിൽ ഞാൻ ആക്കി വെച്ചിട്ടുണ്ട്. ക്ഷമ കെട്ടുപോകണ്ട, തളർന്നു പോകണ്ട. ഒരു കൊയ്ത്ത് നിന്റെ മുമ്പിലുണ്ട്. എല്ലാം നഷ്ടപ്പെട്ടു, ഇനിയും ആമേൻ പൊങ്ങത്തില്ല എന്ന് വിധി പറയുന്നതിൻ്റെ മധ്യേ കർത്താവ് നിനക്ക് വേണ്ടി, നിന്റെ കുടുംബത്തിന് വേണ്ടി ചിലത് ചെയ്യാൻ പോവാ കേട്ടോ. ചില ആമേൻ നിയമപരമായിട്ടുള്ള ചില പ്രശ്നങ്ങളെ ദൈവം പരിഹാരങ്ങളെ തന്ന് നടത്താൻ പോവുകയാണ്. ഓ റിഖമനാധികസിയാന ശംധരാമന ജഗനാധികസിയാന. ആമേൻ. കർത്താവിന്റെ ശബ്ദത്തിന് മുമ്പിൽ ആര് ആമേൻ പ്രതികരിക്കുന്നു, ആര് ചോദ്യം ചെയ്യാതെ ആമേൻ അനുസരിക്കുന്നു, അവരാരും ലജ്ജിച്ചു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. ഇന്ന് രാത്രി വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ.
ബലപ്പെടുത്തിയ ശക്തീകരിച്ച സർവകൃപാലുവായ ദൈവത്തിന് എല്ലാ മാനമഹത്വം അർപ്പിച്ചും എന്നെ സ്നേഹിച്ച് ഇങ്ങനെയൊരു കൂട്ടായ്മയ്ക്ക് അവസരമൊരുക്കിയ പ്രിയ സിസ്റ്റർ സിജി, തൻ്റെ ഹസ്ബൻഡ് ഡെന്നി ബ്രദർ, ഇരുവർക്കുമുള്ള നന്ദി അറിയിക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഈ എളിയവനെയും കുടുംബത്തെ, സഭയും നിങ്ങൾ ഓർക്കുമ്പോൾ പ്രാർത്ഥിക്കുക. അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരാരെങ്കിലും പഠനത്തിനോ ജോലി സംബന്ധമായോ ഇംഗ്ലണ്ടിൽ ലെസ്റ്ററിൽ നിങ്ങൾ പ്ലേസ് മറക്കരുത്, ലെസ്റ്റർ സിറ്റിയിൽ വരുന്നുണ്ടെങ്കിൽ ദയവായി എന്നെ കോണ്ടാക്ട് ചെയ്യുക. ഞങ്ങളുടെ സഭയിലേക്ക് അവരെ അയക്കുക. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.